കാറ്റത്തെ കിളികൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കരൻ പറയുന്നത്, എടാ കോന്തന്മാരെ, ഇവൾക്കൊന്നും അറിയില്ല, ഇവൾ ഇന്നലെ വന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന് മുൻകൈ എടുക്കുന്നത്? വെറുതെ പോയി നാണം കെട്ട് നാറി തിരിച്ചു വരാനായിട്ടേ എനിക്ക് പറ്റില്ല എന്ന് പറയും. പിന്നെ ഒരു കാര്യം, അവളെ എനിക്ക് അത്രയ്ക്കും കണ്ടുകൂടാന്ന് പറയും. അവൾ പിന്നാമ്പുറത്ത് കൂടെ വരുന്നത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുക. അവൾ കാരനല്ലേ ഇവൻ സുഭാഷിനെയും ഇവന്മാരെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അതൊക്കെ നിങ്ങൾ മറന്നു എന്ന് ചോദിക്കും. അതും പറഞ്ഞ് ഭാസ്കരനകത്തേക്ക് പോകും. അച്ഛൻ പറഞ്ഞ കാര്യമാക്കണ്ട, നമുക്ക് പോവാം, നമ്മൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണ്ട, അത് നിധി പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ പോകും. പിന്നെ കാണിക്കുന്നത് സുന്ദര വീടിന് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോണിമ്പല്ലടി കേൾക്കും. ഞാൻ പോയി നോക്കാമെന്ന് പറയും. അങ്ങനെ കമല, അങ്ങനെയാണ് സുനന്ദര അമ്മയുടെ പേര്. അവർ വന്നു കഴിഞ്ഞിട്ട് വാലോർക്കുമ്പോൾ, ഓ നീയോ, നീ എന്താ ഇവിടെ കാര്യം? പോലീസിനെ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കും. അന്ന് നീ പോലീസിനെ കൊണ്ടുവന്നതിന് ക്ഷീണപ്പുറം മാറിയിട്ടില്ല. ഞാൻ മാത്രമല്ല എന്ന് പറയും. ആ ഇവന്മാരും ഉണ്ടാ, എല്ലാവരെയും കൂട്ടി ഞങ്ങളെ വീട് കയറി തല്ലാൻ വന്നാണെന്ന് ചോദിക്കും. അല്ല, ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് കാര്യം? ഇവന്മാരെയും കൂട്ടി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എന്ത് ധൈര്യം ഉണ്ടായെന്ന് ചോദിക്കും. എടാ, ഇവളും ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങളെന്താ തടയാൻ? നിങ്ങൾ നാളില്ലാണ്ട് ഇവളെ കൂടെ ഇങ്ങോട്ട് പോകുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേനും സുനന്ദര അച്ഛനും അങ്ങോട്ട് വരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന് ശേഷം നിങ്ങളായിട്ട് മിണ്ടണ്ടെന്ന് വിചാരിച്ചതെന്ന് പറയും. പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഞങ്ങളല്ലല്ലോ അമ്മാവാന്ന് പറയും. അമ്മാവനോ? ആരുടെ അമ്മാവനോടാന്ന് ചോദിക്കും. അമ്മായിയെ കിട്ടിയാളെ പിന്നെ അമ്മാവനല്ലാണ്ട് എന്താ വിളിക്കാന്ന് പറയും. ഓ, എൻ്റെ അമ്മാരെ വയറ്റിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് അപമാനിക്കുന്നു. അപ്പോഴത്തേനും സുനന്ദയും വരും. സുനന്ദയ്ക്കും സുഭാഷ് ഏട്ടനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. നിങ്ങൾ കൂടി ഒന്ന് സഹകരിച്ച് ഈ കല്യാണം നടത്താനുള്ള ഒരു ആഗ്രഹത്തോടെ വന്നിട്ടുണ്ട് ഞാൻ എന്ന് നിധി പറയും. അയ്യടി, നിങ്ങൾക്ക് നാണാവില്ലേ പെണ്ണെ ഇവിടെ വന്ന് പറയാൻ? ഞങ്ങളുടെ മോൾക്ക് ഒരു ഗൾഫുകാരനായിട്ടാണ് ആലോചിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് യോഗ്യതയാണ് ആ കോന്തനുള്ളത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി വർഗ്ഗപ്പണിക്ക് പോയതാണ്. നിനക്ക് അവനറിയില്ലെങ്കിലും ഞങ്ങൾക്ക് അവനറിയാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവളെ ചെറുപ്പത്തിലേ തുടങ്ങി ഇവളൊക്കെ എടുത്ത് ഒക്കത്ത് വെച്ച് കളിപ്പിച്ച് കിടന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് അറിഞ്ഞില്ല. എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? സുനന്ദയ്ക്കും സുഭാഷേട്ടനും ഇഷ്ടമാണ് എന്ന് നിധി പറയും. നമുക്കകത്തിരുന്ന് എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അകത്ത് കയറ്റിയിരുത്താൻ പറ്റിയ ആൾക്കാർ എന്ന് പറയും. അങ്ങനെ നിധി കാരണം കൊണ്ട് സുധീഷും നമ്മുടെ അനിയന്മാരും ഭയങ്കരമായിട്ട് ഇങ്ങനെ അപമാനം ഏറ്റുവാങ്ങണം. പക്ഷേ നിധി പറഞ്ഞത് കൊണ്ട് തന്നെ അവരൊന്നും മിണ്ടാണ്ട് എല്ലാം കേട്ട് നിൽക്കണം. എടി, നീ തന്നെ, നിനക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നീ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോരോടി എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, അതെ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, നിങ്ങൾ ഈ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയും. അപ്പോഴത്തേക്കും നാട്ടുകാരും ഇടപെടും. നാട്ടുകാരും ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ മോളെ പെണ്ണ് വെച്ച് വന്നേക്കണ്, അതും ആ കൊലയാളിയുടെ വീട്ടിലേക്ക്. നിങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ മോളെ ജീവിതം കളയാൻ വേണ്ടിയിട്ടാണ്. അവർ തമ്മിൽ അല്ലെങ്കിൽ തന്നെ 10-15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എൻ്റെ മോൾക്ക് അവനോട് ഇഷ്ടം തോന്നുന്നത് അതൊക്കെ സ്വാഭാവികമാണ്. ഒത്തിരി പ്രായത്തിന് മൂത്തവരോട് ചിലപ്പോൾ ഒരു അടുപ്പൊക്കെ തോന്നും എന്ന് പറയും. അപ്പോൾ ഈ നാട്ടുകാർ ഇടപെടും. നിങ്ങൾ ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് നിൽക്കണേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചപ്പോൾ സുധീഷ് അനിയന്മാരെയും കൊണ്ടുവന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോകണം. സുനന്ദണെങ്കിൽ അവിടെ നിന്ന് മോങ്ങണതല്ലാതെ ഒരു അക്ഷരം വിടണില്ല. കയറിപ്പോടിയകത്ത് അവിടെ നിന്ന് മോങ്ങാൻ നിൽക്കണേന്നും പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും. പിന്നെ സൈറ്റാണ് കാണിക്കുന്നത്. സുഭാഷേട്ടൻ്റെ സൈറ്റിൽ ഒരുപാട് നാൾക്ക് ലീവ് എടുത്ത് പോയൊരു ഹിന്ദിക്കാരൻ വന്നു. അപ്പോൾ അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാണ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി 3 കൊല്ലത്തേക്ക് ലീവ് വേണ്ട, സോറി ചേട്ടാ, പെങ്ങളെ കല്യാണത്തിന് പോയതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഹിന്ദിയിലാണ് പറയുന്നത്. ശരി എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ സുഭാഷിൻ്റെ ഫോൺ ബെല്ലടിക്കും. സുഭാഷിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഒരു പരിചയക്കാരനാണ്. അപ്പോൾ അയാൾ പറയടാ, നിൻ്റെ അനിയന്മാരും അനിയൻ്റെ ഭാര്യ കൂടി ചെന്നിട്ട് നമ്മുടെ ധനശേഖരൻ്റെ വീട്ടിൽ അലമ്പുണ്ടാക്കുന്നുണ്ടെന്ന് പറയും. ഞാനത് കണ്ടിട്ടുണ്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വേഗം കവർ എടുക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ സുഭാഷ് അവിടെ നിന്ന് സ്ഥലം വിടും വീട്ടിലേക്ക്. അപ്പോഴത്തേനും നമ്മുടെ ഭാസ്കരൻ ഇവരിട്ട് പൊരിക്കിനും കണ്ട, ഞാൻ അപ്ലൈ പറഞ്ഞതല്ലേ, ചമ്മി നാണം നാറിയും കേട്ട് വന്നില്ലേ, ഇനി ഞാൻ ആ ചായക്കടക്കാരൻ മൂത്ത് എങ്ങനെ നോക്കും? ചായക്കടയിൽ ചെല്ലുമ്പോൾ അവൻ്റെ മുഖം കാണേണ്ടി വരും. അവരൊക്കെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിന്നതാണ്. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയും. അപ്പോൾ പറയും, അതെ, അവർ നല്ല ഫാമിലി അല്ലേ, അവരായിട്ട് മുട്ടാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ നികേഷ് പറയും, ഇതിനെല്ലാത്തിനും കാരണം ആര് ചോദിക്കും. നിങ്ങൾ ജയിലിൽ കിടന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നത്, നിങ്ങളൊരു തെറ്റ് ചെയ്തത് കൊണ്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പെട്ടെന്ന് ഒന്നും മിണ്ടില്ല, നിശബ്ദമായിട്ടിരിക്കും. അപ്പോൾ നിധി പറയും, മതി നികേഷെ, വഴക്കുണ്ടാക്കാനല്ലല്ലോ നമ്മൾ ശ്രമിച്ചത്. അപ്പോഴത്തേനും സുഭാഷ് ഇങ്ങോട്ട് വരും. സുഭാഷ് ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കും, എന്താ? ചോദിക്കുക അനിയന്മാരോടും അനിയത്തിയോടും. അതേ, എവിടെ ഒരു സ്ഥലത്ത് പോയി നാണം കെട്ട് വരുമെന്ന് പറയും. കൂടുതലൊന്നും സംസാരിക്കേണ്ട, അകത്തേക്ക് പോകാന്ന് പറയും. അകത്ത് ചെന്നിട്ട് പറയും, നിങ്ങളെ
സുനന്ദൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഉവ്വാന്ന് പറയും. എന്തിനാ പോയെന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും സുഭാഷ് ചേട്ടാന്ന് പറയും. മോള് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും. അപ്പോൾ അനിയന്മാർ പറയും ചേട്ടാ ഞങ്ങൾ സുനന്ദ സുനന്ദ ചേച്ചിനെ പെണ്ണാലോചിച്ച് പോയാന്ന് പറയും. ആടാ അപ്പോഴത്തേനും വീണ്ടും ഭാസ്കരൻ ഓരോന്ന് അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് നാണം കെട്ട് പോന്ന് ആർക്കിടെക്ടെന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം എന്നൊക്കെ പറയും. വീണ്ടും അനിയന്മാർ ഇടുക്കി ചെല്ലുന്നുണ്ട്. എന്നോടൊരു വാക്ക് ചോദിക്കാണ്ട് നിങ്ങൾ എന്താണ് തീരുമാനം എടുത്തത്? നിങ്ങളോട് ആര് പറഞ്ഞു അവരെ വീട്ടിൽ പോയി നാണം കെടാൻ? 4 പേരും കൂടെ 2 ദിവസമായില്ലേ എന്നെ കാണുമ്പോൾ അടക്കി പിടിച്ചുള്ള സംസാരമൊക്കെ ഞാൻ 10 പ്രാവശ്യം ചോദിച്ചതല്ലേ എന്തിനിതിന് പോയത്, നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ആദ്യമായിട്ടാണ് സുഭാഷ് ചേട്ടൻ അങ്ങനെ ദേഷ്യപ്പെടുന്നത് നിധി കാണുന്നത്. നിധിക്കും വല്ലാത്ത വിഷമാവും. പക്ഷേ അനിയന്മാരൊന്നും വിടില്ല. ചേട്ടാ സാരമില്ല, ഞങ്ങൾ നാണം കേട്ടൊന്നും കുഴപ്പമില്ല, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം, ഇനിയിപ്പോൾ വേണ്ട ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. കൂടുതൽ എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ, എല്ലാവരും കൂടെ അവളെ വീട്ടിൽ പോയി നാണം കെട്ട് വന്നേക്കണം, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് നേരെ അടക്കളര വാതുക്കലേക്ക് പോകും. നിധി അവിടെ കുറച്ച് നേരം നിൽക്കും. നിധിക്ക് വിഷമാവും. നിധി അവരോട് പറയും സോറി, ഞാൻ കാരണമല്ലേ നിങ്ങളും കൂടി വഴക്ക് കേട്ടത്, നാണം കെട്ടത്. ഇത്രയും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ തീരുമെന്ന് വിചാരിച്ചു. സാരില്ല പോട്ടെ, നമ്മളെന്തായാലും പോയി പറഞ്ഞു നോക്കി, അത്ര വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോകും. പിന്നീട് നിധി സുഭാഷ് ഏട്ടൻ്റെ എത്തിക്കയിലും സുഭാഷ് ഏട്ടാ വിളിക്കും എന്താ മോളെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. അതല്ല സുഭാഷ് ഏട്ടാ, ഞാനാണ് ഇതിന് മുൻകൈ എടുത്തത്. നിധിക്ക് സുഭാഷ് ഏട്ടനെ നിധിനെ സോറി സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെയും സുഭാഷ് ഏട്ടൻ സുനന്ദനെ ഇഷ്ടമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനതൊന്ന് ശ്രമിച്ചു നോക്കിയത്. ഒരു പക്ഷേ ശത്രുത മറന്ന് നടത്തി തന്നാലോ എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയും. അതൊന്നും ഉണ്ടാവില്ല മോളെ, സുനന്ദൻ എനിക്ക് ഇഷ്ടമാണ്, ഇല്ല എന്ന് പറയണില്ല. നിങ്ങളുടെ റിസപ്ഷൻ്റെ സമയത്ത് അവൾ അതെന്നോട് വന്ന് തുറന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് എന്ന് കരുതി എൻ്റെ അനിയന്മാരും മോളും അവരുടെ മുന്നിൽ ചെന്ന് തല താഴ്ത്തി നിന്നെന്ന് കേട്ടപ്പോൾ ആകെ വിഷമായി. എനിക്കാണ് അപമാനമായിട്ട് തോന്നിയത്. മറ്റൊരാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞതും അവിടേക്ക് വന്നതും. അവിടെ വന്നപ്പോൾ ആരും ഉണ്ടായില്ല എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. സുധീഷ് പറയുന്നുണ്ടോ താൻ സുഭാഷ് ഏട്ടന് വേണ്ടി ചെയ്തതൊക്കെ തൻ്റെ മനസ്സിൽ നന്മ കൊണ്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ താൻ ഇനി അതിന് വേണ്ടി ശ്രമിക്കേണ്ട, ഈ വീട്ടിൽ ആരെയും താൻ നന്നാക്കാൻ നോക്കണ്ട, ഈ വീട് ഇങ്ങനെ ഇനി ഈ വീട്ടിലുള്ളവരും എന്ന് പറയും. താൻ അതിന് വേണ്ടി വന്നതല്ലല്ലോ, താൻ തൻ്റെ ശ്രമങ്ങൾ തൻ്റെ കാര്യങ്ങൾ നോക്ക്, തനിക്ക് ഒരു ലക്ഷ്യമില്ലേ അത് നേടാൻ നോക്കുമെന്ന് പറയും സുധീഷ്. എന്നിട്ട് സുധീഷ് ഇങ്ങനെ വിഷമത്തോടെ നിധിയുടെ മുന്നിൽ നിന്ന് പോകും. അപ്പോൾ നിധിക്കും ഭയങ്കര ഒരു ചെറിയൊരു ഫീലിങ്സൊക്കെ സുധീഷിനോട് തോന്നുന്നുണ്ട്. ഇങ്ങനെ സുധീഷ് പോകുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് വിഷമത്തോടെ. അതിനുശേഷം വീണ്ടും പിന്നെ നമ്മുടെ സുഭാഷും നിധിയും കൂടെ സംസാരിക്കുന്നപ്പോൾ നിധിനോട് സുഭാഷ് പറയുന്ന മോളെ നീ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്ന തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹമാണ്, അത് മാത്രം മതി, വേറൊന്നും വേണ്ട. മോള് ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ആരുടെ മുന്നിലും താഴാനോ തല കുമ്പിടാനോ പോകരുത്, അത് ഏട്ടന് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നിധിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്തായാലും സുനന്ദനെയും സുഭാഷേൻ്റെയും വിവാഹം നടത്താൻ നിധിനെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് നിധിക്ക്. എന്നാലും നിധി ഭയങ്കര വിഷമത്തോടെ തന്നെ സുഭാഷേട്ടനോട് സോറിയൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.